കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന പാഠഭാഗമാണ്. അതിലെ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മിഡ് പോയിന്റ് ഫോർമുല, ദെൻ സെക്കൻഡ് വൺ സെക്ഷൻ ഫോർമുല. അതിൽ മിഡ് പോയിന്റ് ഫോർമുല ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്തു. സെക്ഷൻ ഫോർമുല വരുമ്പോൾ നമുക്ക് അത് വിശദമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാമെന്ന് പറയുകയും ചെയ്തു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫിഗർ ഷോസ് എ പാരലോഗ്രാം. ചിത്രത്തിൽ ഒരു സാമാന്തരികം തന്നിരിക്കുന്നു. വിത്ത് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വേർട്ടിസസ്. 4 ശീർഷങ്ങളിലെയും സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു. പ്രൂവ് ദാറ്റ് x1 plus x3 is equal to x2 plus x4, y1 plus y3 is equal to y2 plus y4. ഈ എക്സും വൈയും ഒക്കെ കണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഇത് നമ്മൾ പഠിച്ച മിഡ് പോയിന്റ് ഫോർമുല മാത്രം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ പാരലോഗ്രാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടിയിൽ പ്രധാനപ്പെട്ടത് ഏത്? ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരണം. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എ സി എന്ന ഡയഗണൽ വരയ്ക്കാം. എ സി എന്ന ഡയഗണൽ വരച്ചു. മനസ്സിലായല്ലോ? എ സി ഡയഗണൽ വരച്ചു. ഇനി ഏത് വരയ്ക്കണം? ബി ഡി എന്ന ഡയഗണലും വരയ്ക്കാം. ബി ഡി എന്ന ഡയഗണലും വരച്ചു. ഓക്കെ, ഇപ്പൊ എ സിയും ബി ഡിയും വരച്ചു. എന്താ പ്രോപ്പർട്ടി? ഡയഗണൽസ് ഓഫ് ദി പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ പി എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും, കൂടാതെ ബി ഡിയുടെ മിഡ് പോയിന്റും ആയിരിക്കും. അതാണ് പ്രോപ്പർട്ടി. അപ്പോൾ എ സിയുടെ മിഡ് പോയിന്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് മിഡ് പോയിന്റ് ഓഫ് എ സി? മിഡ് പോയിന്റ് ഓഫ് എ സി. മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? മിഡ് പോയിന്റ് ഫോർമുല x1 plus x2/2 y1 plus y2/2 ആണ്. അതുകൊണ്ട് എ എന്നത് എത്ര? x1 y1 ഉം സി എന്നത് ഏതാണ്? x3y3യുമാണ്. അതുകൊണ്ട് x1 plus x3/2 y1 plus y3/2 ആണ് മിഡ് പോയിന്റ് ഓഫ് എ സി. എന്തുകൊണ്ട്? മിഡ് പോയിന്റ് ഫോർമുല ഓർമ്മ വേണേ. x1 plus x2/2 y1 plus y2/2 ഇതാണ് മിഡ് പോയിന്റ് ഫോർമുല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സം ഓഫ് കോർഡിനേറ്റ്സ് ഡിവൈഡ് ബൈ 2 എക്സ് കോർഡിനേറ്റ്, സം ഓഫ് വൈ കോർഡിനേറ്റ്സ് ഡിവൈഡ് ബൈ 2. അപ്പൊ ഇവിടെ x1 ഉം x3യുമാണ് എക്സ് കോർഡിനേറ്റ്സ്. x1 plus x3/2 y1 plus y3/2. സോ ഇതാണ് ഈ എ സിയുടെ മിഡ് പോയിന്റ് ആയ പി. ഇനി നമുക്കൊന്ന് ബി ഡിയുടെ മിഡ് പോയിന്റും ഇതുപോലെ തന്നെ എഴുതാലോ. മിഡ് പോയിന്റ് ഓഫ് ബി ഡി. മിഡ് പോയിന്റ് ഓഫ് ബി ഡി ഇത് ഒന്ന് നിങ്ങൾ പറഞ്ഞു. മിഡ് പോയിന്റ് ഓഫ് ബി ഡി എന്ത് വരും? ഇതുപോലെയൊക്കെ എഴുതി വരുമ്പോൾ ബി ഡിയുടെ മിഡ് പോയിന്റ് x2 plus x4/2 y2 plus y4/2. ഇങ്ങനെ ചെയ്ത് കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കും കേട്ടോ, ചെറിയൊരു നമ്പർ ആയിരിക്കും. ഇപ്പൊ ഇത് 1 2 3 4 ആണെങ്കിൽ 1 plus 3/2 4/2 2 എന്ന ആൻസറാണ് ഇവിടെ വരിക കേട്ടോ. ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണെങ്കിൽ 2 plus 4/2 6/2 3. അപ്പൊ 2 3 എന്ന് പറയുന്ന ഒരു നമ്പരേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോ ഇത് കിട്ടി. എന്ത് കിട്ടി? മിഡ് പോയിന്റ് ഓഫ് എ സി ഈസ് x1 plus x3/2 y1 plus y3/2. മിഡ് പോയിന്റ് ഓഫ് ബി ഡി ഈസ് എന്താ? x2 plus x4/2 y2 plus y4/2. ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? മിഡ് പോയിന്റ്സ് ഈക്വൽ ആണ്, സെയിം ആണ്. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്നാ പറഞ്ഞത്. അതായത് എ സിയുടെ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എ സിയുടെ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ബി ഡിയുടെ മിഡ് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എഴുതാം x1 plus x3/2 എന്നത് എന്തിന് ഈക്വൽ? x2 plus x4/2 ആയിരിക്കും. രണ്ടിന്റെയും കോമൺ ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്താൽ x1 plus x3 is equal to x2 plus x4 എന്ന് കിട്ടി. ഫസ്റ്റ് പ്രൂഫ് അതല്ലായിരുന്നു ഒന്നാമത് തെളിയിക്കാൻ പറഞ്ഞിരുന്നത്? ഓക്കെ, അത് പ്രൂവ് ചെയ്തു.
Then second one is to prove that and the y1 plus y3 is equal to y2 plus y4 എന്ന് പ്രൂവ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ അടുത്തത് നിങ്ങൾ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്താണ്? ആ പാരലോഗ്രത്തിന്റെ ഡയഗണൽസ്, സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു. അതുകൊണ്ട് എ സിയുടെ മിഡ് പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്താണോ ബി ഡിയുടെയും മിഡ് പോയിന്റിന്റെ y കോർഡിനേറ്റ് അല്ലെ, ഒറ്റ പോയിന്റ് ആണ്, സെയിം പോയിന്റ് ആണ്. എ സിയുടെ മിഡ് പോയിന്റും ബി ഡിയുടെ മിഡ് പോയിന്റും സെയിം പോയിന്റ് ആണ്. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറും സെയിം നമ്പർ ആണ്. ഈ കിട്ടുന്ന ആൻസറും സെയിം നമ്പർ ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഇപ്പൊ y1 പ്ലസ് y3 ബൈ 2 എന്നത് y2 പ്ലസ് y4 ബൈ 2 ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണ്. സോ cancelling common denominator, y1 plus y3 is equal to y2 plus y4. അതാണ് അടുത്തായിട്ട് പറയുന്നത്. പിടികിട്ടിയല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏകദേശം ആദ്യം ചെയ്തതിന് സമാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് തന്നെ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാരലോഗ്രാം ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് x1 y1 and x2 y2 to the origin as adjacent sides. ഒറിജിൻ, ആധാരബിന്ദു, മൂലബിന്ദു, അവിടെ നിന്ന് 0 0 അവിടെ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ട് എങ്ങോട്ട് x1 y1ലേക്കും x2 y2ലേക്കും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പാരലോഗ്രാം പൂർത്തിയാക്കിയിരിക്കുക. Then what are the coordinates of the fourth vertex? എങ്കിൽ b യുടെ സൂചക സംഖ്യകൾ കാണുക. What are the coordinates of fourth vertex b? ഇതാണ് ചോദ്യം. അപ്പോ നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല തന്നെ. ഇപ്പൊ എവിടെയാണ് മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഒരു പാരലോഗ്രാം പിന്നെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ ഫോർത്ത് വെർട്ടെക്സ് കാണുക, അല്ലെങ്കിൽ ഫോർത്ത് വെർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ എന്ത് വരയ്ക്കുക, വികരണങ്ങൾ വരയ്ക്കുക, ഡയഗണൽസ് വരയ്ക്കുക. ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ഡയഗണൽസിന്റെ പ്രത്യേകത, ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ, സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു. അതായത് ഒ ബിയുടെ മിഡ് പോയിന്റും എ സിയുടെ മിഡ് പോയിന്റും സെയിം, ഒരേ പോയിന്റ് ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് ഏതാണ്? എ സിയുടെ മിഡ് പോയിന്റ് ആണ്. പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. സോ കോർഡിനേറ്റ്സ് ഓഫ് പി കാണാൻ നമുക്ക് സി എന്ന് പറയുന്നത് x1 y1 ആണ്, എ എന്നത് x2 y2 ആണ്. അതുകൊണ്ട് കോർഡിനേറ്റ്സ് ഓഫ് പി എന്ന് പറയുന്നത്, പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. മനസ്സിലായോ? പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എ സിയുടെ മധ്യബിന്ദുവാണ് പി. സോ കോർഡിനേറ്റ്സ് ഓഫ് പി ഈസ്, ദാറ്റ് ഈസ് മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചാൽ x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. നിങ്ങൾക്ക് സംഖ്യകൾ കൊടുത്താൽ എന്ത് കിട്ടുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. നേരത്തെയും പറഞ്ഞു 1 2 3 4 എന്നാണ് ഇതിന്റെ കോർഡിനേറ്റ്സ് എങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് 3 പ്ലസ് 1 ബൈ 2 4 ബൈ 2 ദാറ്റ് ഈസ് 2, 4 പ്ലസ് 2 ബൈ 2 6 ബൈ 2 ദാറ്റ് ഈസ് 3. അപ്പൊ പിയുടെ കോർഡിനേറ്റ്സ് ബ്രാക്കറ്റിൽ എന്ത് എഴുതാം? 2 3 എന്ന് വരും കേട്ടോ. അതാണ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇവിടെ XY എന്ന് കിടക്കുന്നത് കൊണ്ട് x1 y1 x2 y2 ആയതുകൊണ്ട് ഇത് കിട്ടി. ദെൻ ഇനി ബി എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ലെറ്റ് ബി ബി എക്സ് വൈ, ബിനെ XY എന്ന് വിളിക്കാം. എന്നിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. അതാണ് ചോദ്യം. ബിയെ നമ്മൾ XY എന്ന് വിളിച്ചു. അപ്പോ ഒ ബിയുടെ മിഡ് പോയിന്റ് ഏതാ? ഒ ബിയുടെ മിഡ് പോയിന്റ് ഓഫ് ഒ ബി ഈസ് ഓൾസോ ദ സെയിം പോയിന്റ് പി. ശരിയല്ലേ? ഒ ബിയുടെയും മിഡ് പോയിന്റ് പി തന്നെയാണ്. അപ്പൊ ഒ എന്ന് പറയുന്നത് ഒറിജിൻ 0 0യും ബി എന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് XY എന്ന് വിളിക്കാം. കാണേണ്ടത് XY ആണ് കേട്ടോ. XY എന്ന് തൽക്കാലം പേര് കൊടുത്തു നമുക്ക് XY കണ്ടുപിടിക്കാം. എന്ന് കൊടുത്താൽ മിഡ് പോയിന്റ് ഓഫ്, പറഞ്ഞേ, മിഡ് പോയിന്റ് ഓഫ് ഏത്? ഒ ബി എന്ന് പറയുന്നത് ഇത് തന്നെ പി തന്നെ. മിഡ് പോയിന്റ് ഓഫ് ഒ ബിയും എന്ത് തന്നെ പി തന്നെയാണ്. അപ്പൊ പി എന്ന് പറയുന്നത് എന്ത് വരും? ഇത് രണ്ടുമാണ് x1 y1 x2 y2 എടുക്കുന്നതെങ്കിലോ 0 പ്ലസ് x ബൈ 2, 0 പ്ലസ് y ബൈ 2 is the midpoint of OB, that is coordinates of P. പിടികിട്ടുന്നുണ്ടല്ലോ? പിയുടെ സൂചക സംഖ്യകളാണ് എ സിയുടെ മിഡ് പോയിന്റ് ആയിട്ടും ഒ ബിയുടെ മിഡ് പോയിന്റ് ആയിട്ടും കിട്ടുന്ന ഉത്തരം, സെയിം ഉത്തരം. അപ്പോ നമുക്ക് എന്ത് പറയാം? x1 plus x2 by 2 is equal to 0 plus x by 2.
മനസ്സിലായല്ലോ? കാര്യം എന്താ? ഇത് രണ്ടും ഒരേ സംഖ്യകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒ ബിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെയാണ് എ സിയുടെ മിഡ് പോയിന്റ്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ എന്താണോ ആ സെയിം വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്ന വാല്യൂസും. അതിന്റെ അർത്ഥം x1+x2/2 എന്നത് 0+x/2 സെയിം ആണ്. എഴുതുകയാണ് x1+x2/2 എന്നത് 0+x/2 ആണ്. ഈ 2 ക്യാൻസൽ ചെയ്താൽ x1+x2 ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടി. കണ്ടോ? ഒരു ആൻസർ കിട്ടി. നമുക്ക് കാണേണ്ട എന്താ? xy കണ്ടത്. അപ്പൊ x എന്താണ്? x1+x2. ദെൻ അതുപോലെ തന്നെ y1+y2/2 എന്തിനു തുല്യമാണ്? 0+y/2 തുല്യമാണ്. y1+y2/2 ഈസ് ഈക്വൽ ടു 0+y/2 തുല്യമാണ്. കോമൺ ഡിനോമിനേറ്റർ കളഞ്ഞാൽ y1+y2 എന്നത് yക്ക് സെയിം ആണ്. y1+y2 ഇത് ക്യാൻസൽ ആയി കേട്ടോ. എന്താ ചെയ്യുന്നത്? ഇത് ക്യാൻസൽ ആവുന്നു. കോമൺ ഡിനോമിനേറ്റർ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. x1+x2 ഈസ് ഈക്വൽ ടു x, y1+y2 ഈസ് ഈക്വൽ ടു y. സോ വാല്യൂ ഓഫ് y ഈസ് y1+y2. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് xy കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതായത് ഫൈൻഡ് ദ ഫോർത്ത് വെർട്ടെക്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ബി ആണ് കാണുന്നത്. സോ നമുക്ക് ആൻസർ ഫൈനലായിട്ട് ആൻസർ എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് ബി എന്ന് പറയുന്നത് xy എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് എന്തിനു തുല്യമാണ്? x എന്ന് പറയുന്നത് x1+x2, ഈ yക്ക് പകരം എന്താണ്? y1+y2. ഇതാണ് ആൻസർ. x1+x2, y1+y2. അതാണ് കോർഡിനേറ്റ്സ് ഓഫ് ഫോർത്ത് വെർട്ടെക്സ്. ബി എന്ന് പറയുന്നത് x1+x2, y1+y2. ഉദാഹരണത്തിന് ഇവിടെ 1, 2, 3, 4 വരികയാണെങ്കിൽ ഇവിടെ എന്ത് വരും എന്നാ പറഞ്ഞത്? x1+x2 എന്താണോ അത് ഇവിടെ വരും. 1, 2, 3, 4 ആണെങ്കിൽ ഇവിടെ 4 വരുമെന്ന് പിടിയിട്ടിയല്ലോ. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വരച്ചു നോക്കുക, എഴുതി നോക്കുക. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡിസ്റ്റൻസ് ഫോർമുലയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണം. ഡിസ്റ്റൻസ് ഫോർമുല ഓർമ്മയുണ്ടല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ x1, y1 ആൻഡ് ബി x2, y2 ഈസ് √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. നമ്മള് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്നുള്ള പഴയ അധ്യായത്തിൽ പഠിച്ച കാര്യമാണ്. ആ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓർമ്മ വയ്ക്കുക എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല. കൂടാതെ തൊട്ട് മുൻപ് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്ത കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലലോഗ്രാം the sum of the squares of all sides is equal to the sum of the squares of the diagonals. ഒരു സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുക, അതാണ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ സൈഡ്സ്. വശങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുക ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡയഗണൽസ്. വികർണങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം. OA² പ്ലസ് എ, ഇതിന് ബി ആണിത്, AB² പ്ലസ് BC² പ്ലസ് OC². കണ്ടോ? 4 വശങ്ങളുടെയും നീളങ്ങളുടെ വർഗങ്ങളുടെ തുക ഈസ് ഈക്വൽ ടു OB², ഇത് ബി ആണ്, OB² പ്ലസ് AC² എന്ന് പ്രൂവ് ചെയ്യണം. ചോദ്യം മനസ്സിലായല്ലോ? ടു പ്രൂവ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒന്ന് എഴുതി കാണിക്കുകയാണ്. എന്താ? OA² പ്ലസ് AB² പ്ലസ് BC² പ്ലസ് OC² എന്നത് ഈസ് ഈക്വൽ ടു OB² പ്ലസ് പിന്നെ ഏതാണ്? AC² ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ചോദ്യം കണ്ടു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സും വൈയും എയും ബിയും ഇങ്ങനെ നമ്പേഴ്സിന് പകരം വേരിയബിൾസ് കണ്ട് ഭയപ്പെട്ട് ഓടരുത്. വെറുതെ നിസ്സാരമായിട്ട് നമ്മളുടെ പഴയ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. തൊട്ടു മുൻപ് നമ്മൾ ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ. എന്താണ്? ഇങ്ങനെ ഇത് ഒറിജിനും ഇത് x2, y2, x1, y1 ആണെങ്കിൽ ദെൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ബിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നാ പറഞ്ഞത്? x1 പ്ലസ് x2, y1 പ്ലസ് y2 ആയിരിക്കുമെന്ന് നമ്മൾ തൊട്ടു മുമ്പ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഫിഗർ ഒന്നും തന്നിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ ഒരു ഫിഗർ വരച്ചുണ്ടാക്കണം. ഒരു പാരലോഗ്രാം വരക്കണം. OABC എന്ന പാരലോഗ്രാം വരയ്ക്കണം. ആ പാരലോഗ്രത്തിൽ ഒയ്ക്ക് 0, 0, ബിക്ക് x2, y2,
ബിക്ക് x1 x2 പ്ലസ് x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്നും ഇത് x2 y2 x1 y1 എന്നും തന്നെ പേര് കൊടുക്കണം. ചോദ്യത്തിൽ ഇതൊന്നും തന്നിട്ടില്ല. അപ്പോ ആ കൊടുത്ത പേരുകളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. തന്നിട്ടുള്ളതല്ല, നമ്മൾ കൊടുത്ത പേരുകളാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? OA² പ്ലസ് AB² പ്ലസ് BC² പ്ലസ് OC² എന്ന് പറഞ്ഞു. നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടുപിടിച്ചാലോ. OA² കാണാം. OA². ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? OA is equal to root of x2 minus x1 all square plus y2 minus y1 all square. ഓർമ്മയുണ്ടല്ലോ ഡിസ്റ്റൻസ് ഫോർമുല. ഇപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് OA is equal to root of എന്ന് എഴുതുക. ഇവിടെ OA² ആയതുകൊണ്ട് ആ റൂട്ട് വേണ്ട. റൂട്ട് ഇല്ലാതെ എന്ത് എഴുതാം? x2 minus x1 all square എന്നാ പറഞ്ഞത് അല്ലെ. ഇതിന്റെ x കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ഹോൾ സ്ക്വയർ മൈനസ് y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ഹോൾ സ്ക്വയർ അല്ലെ. x2 മൈനസ് 0 ഹോൾ സ്ക്വയർ x2 മൈനസ് 0 ഹോൾ സ്ക്വയർ x2 മൈനസ് 0 ഹോൾ സ്ക്വയർ എന്താ? x2² എന്ന് എഴുതിയാ പോരെ. പ്ലസ് ഇനി y2 മൈനസ് 0 ഹോൾ സ്ക്വയർ y2 സ്ക്വയർ എന്ന് എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ഇതാണ് OA². എന്താണ്? ഇത് മൈനസ് ഇത് ഹോൾ സ്ക്വയർ പ്ലസ് ഇത് മൈനസ് ഇത് ഹോൾ സ്ക്വയർ. അപ്പൊ x2 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് OA². ദെൻ OB² എന്താ നോക്കിയേ. OB അല്ല OC² പറയുക. x1 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് 0 ഹോൾ സ്ക്വയർ. x1 മൈനസ് 0 x1 ആണ് സ്ക്വയർ പ്ലസ് y1 മൈനസ് 0 y1 സ്ക്വയർ ആണ്. x1 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് 0 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോ OA² OC² കിട്ടി. ഇനി OA² പ്ലസ് AB² പ്ലസ് BC² പ്ലസ് OC² എന്നാ ചോദ്യം അല്ലെ. ഇനി അത് എഴുതിയാണ്. അതുകൊണ്ട് OA² പ്ലസ് AB² പ്ലസ് BC² പ്ലസ് OC² is equal to OA² എഴുതാം. എന്ത്? x2² പ്ലസ് y2² എന്ന് എഴുതാം. ദെൻ AB² OC തുല്യമല്ലേ AB? മനസ്സിലായോ? OC തുല്യമാണ് AB, OA തുല്യമാണ് CB. അതുകൊണ്ട് CB² പകരം OA² എഴുതിയാൽ മതി. OC² തന്നെ AB² സ്ഥലത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം. OA² പ്ലസ് BC² എന്നത് OA² പ്ലസ് BC² എന്നത് 2 OA² എന്ന് എഴുതിയാലും മതി. മനസ്സിലായോ? OA² പ്ലസ് BC² എന്നത് 2 OA² എന്ന് എഴുതിയാലും മതി. സെയിം ആയതുകൊണ്ട്. പ്ലസ് AB² പ്ലസ് OC². OCയും ABയും സെയിം ആയതുകൊണ്ട് 2 OC² എന്ന് എഴുതിയാൽ മതി. OC² 2 എണ്ണം എന്ന് എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് ഇതൊന്ന് പ്ലസ് ചെയ്ത് എഴുതാം. ഒന്ന് പ്ലസ് ചെയ്തേ. 2 OA². OA² എന്താണ്? x2² പ്ലസ് y2². 2 x2² പ്ലസ് y2² പ്ലസ് പിന്നെ എന്താ? 2 OC². ഇതാണ്. അപ്പൊ 2 OC² എന്ന് പറഞ്ഞാൽ എന്താ? x1² പ്ലസ് y1². മനസ്സിലാക്കണം കേട്ടോ. ശ്രദ്ധയോടെ ഇരിക്കണം. മനസ്സിലാക്കി വരിക എന്റെ കൂടെ. അതുകൊണ്ട് ഇതൊന്ന് 2 എന്നുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താവും? 2 ടൈംസ് x1² പ്ലസ് y1² പ്ലസ് x2² പ്ലസ് y2². ഒറ്റ 2 എഴുതിയാൽ പോരെ. 2 into 2 ടൈംസ് x1² പ്ലസ് y1² പ്ലസ് x2² പ്ലസ് y2² എന്ന് എഴുതിയാൽ പോരെ. മതിയല്ലോ. ഇതാണ് എന്താ? ഏത്? OA² പ്ലസ് AB² പ്ലസ് BC² പ്ലസ് OC² എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏത്? സം ഓഫ് 4 സൈഡ്സ്. അതാണ് ഇപ്പൊ കിട്ടിയത്. ഈ എഴുതി വെച്ചിരിക്കുന്നത് സം ഓഫ് 4 സൈഡ്സ് ആണ്. ഇത് കിട്ടിയിട്ടോ. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഇതെന്തിന് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണമെന്ന ചോദ്യം. ഇത് OB² പ്ലസ് AC². സം ഓഫ് ഡയഗണൽസിന്റെ സ്ക്വയറിന് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. വികരണങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ OB² പ്ലസ് AC² നമുക്ക് കാണാം. അപ്പൊ OB² പറഞ്ഞേ. OB എന്ന് പറഞ്ഞ ഇതല്ലേ OB². റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഡിസ്റ്റൻസ് ഫോർമുല. അതുകൊണ്ട് ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് ഇല്ലാതെ ഇത് മൈനസ് ഇത് അല്ലെ. x1 പ്ലസ് x2 ആണ് ഇവിടുത്തെ x കോർഡിനേറ്റ്. ഇവിടെ 0 ആണ്. x1 പ്ലസ് x2 x കോർഡിനേറ്റ് മൈനസ് 0 എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഹോൾ സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 മൈനസ് 0 അതായത് y1 പ്ലസ് y2 ഹോൾ സ്ക്വയർ. ഇതാണ് ഏത്? OB².
ഇനി എ സി സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ എ സി സ്ക്വയർ എന്ന് പറഞ്ഞേ, എ സി സ്ക്വയർ പറയുക റൂട്ട് ഓഫ് എന്നുള്ളതാണ് എ സിയുടെ ഡിസ്റ്റൻസ്. റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ഇല്ലാതെ വരും അല്ലെ, റൂട്ട് ഇല്ലാതെ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ x കോർഡിനേറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഇത് എ സി സ്ക്വയർ. ഇനി എന്താ പറഞ്ഞത്, ഇതിന്റെ സമ്മിന് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. സോ ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഇതിന് ഈക്വൽ ആണ് ഇത്. അപ്പൊ നമ്മൾ ഇനി ഇത് മാത്രം ചെയ്താൽ മതി. ഏത്, ഇത് ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഇനി എന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അങ്ങോട്ട് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. നോക്കുക, ഒ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab 2x1 x2 2ab അല്ലെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ഫസ്റ്റിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡിന്റെ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇനി ഇത് y1 പ്ലസ് y2 ഹോൾ സ്ക്വയറോ, y1 സ്ക്വയർ പ്ലസ് 2y1 y2 പ്ലസ് y2 സ്ക്വയർ പ്ലസ്, ഇനി എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്താ, x2 സ്ക്വയർ, ഞാൻ ഇവിടെ എഴുതിയാണ് x2 സ്ക്വയർ മൈനസ് 2x1 x2 മൈനസ് 2x1 x2 പ്ലസ് x1 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയറോ, y2 സ്ക്വയർ മൈനസ് 2y1 y2 2y1 y2 പ്ലസ് y1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയില്ലേ, ബാക്കി എന്തുണ്ട്, x1 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ 2 ടൈംസ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ 2 ടൈംസ് 2 പുറത്ത് എഴുതിയിട്ടുണ്ട് x2 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ 2 ടൈംസ് 2 ഇവിടെ ഉണ്ട് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ 2 ടൈംസ് y2 സ്ക്വയർ. ദാറ്റ് ഈസ് ദിസ് വൺ. ഏത്, 2x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. എന്ന് നിങ്ങൾ 2 പ്രാവശ്യം ചെയ്തു വരുമ്പോൾ കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ചെയ്യണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഒന്ന് സോൾവ് ചെയ്യാം. ചോദ്യം നോക്കിയേ. In this picture, the midpoints of the sides of the large triangle are joined to make a small triangle inside. Calculate the coordinates of the vertices of the large triangle. ഒരു വലിയ ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചെറിയ ത്രികോണം വരച്ചിരിക്കുന്നു. ചെറിയ ത്രികോണത്തിന്റെ മൂലകളുടെ ശീർഷങ്ങളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് the vertices of the large triangle. വലിയ ത്രികോണത്തിന്റെ ശീർഷങ്ങളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ രസകരമായിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധയോടെ ചെയ്യണം. നമുക്ക് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്, മിഡ് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തന്നിരിക്കുന്നു. നമുക്ക് ഇതിനെ എ x1 y1 എന്നും ഇതിനെ ബി x2 y2 എന്നും ഇതിനെ സി x3 y3 എന്നും വിളിക്കാം. കണ്ടുപിടിക്കേണ്ടത് എ ബി സി ആണ്. ഇനി എ ബിയുടെ മിഡ് പോയിന്റിനെ പി എന്നും ഇതിനെ ക്യൂ എന്നും ഇതിനെ ആർ എന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ എ ബിയുടെ മിഡ് പോയിന്റ് എന്താണ്, 4-2 അല്ലേ. മിഡ് പോയിന്റ് ഫോർമുല എന്താ, x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഞാനൊന്ന് എഴുതിയാണ്. മിഡ് പോയിന്റ് ഓഫ് എ ബി, midpoint of AB is x1 plus x2 by 2, y1 plus y2 by 2. അത് ചെയ്താൽ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്, 4-2 കിട്ടുമത്രേ. മനസ്സിലായോ? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി. സോ x1 പ്ലസ് x2 by 2 y1 പ്ലസ് y2 by 2 ചെയ്താൽ കിട്ടുന്ന ആൻസർ 4-2 ആണ്. അതിന്റെ മീനിങ് എന്താണ്, x1 പ്ലസ് x2 by 2 is equal to 4. x1 പ്ലസ് x2 by 2 is the x coordinate of midpoint. മധ്യബിന്ദുവിന്റെ x സൂചക സംഖ്യയാണ് x1 പ്ലസ് x2 by 2. So x1 plus x2 by 2 is equal to 4 and x1 plus x2 is equal to 2 into 4, 8. അതുപോലെ തന്നെ ഇവിടെ എന്താ, y1 പ്ലസ് y2 by 2 ആണ് 2. ഇത് ഏതാണ്, 2 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് എക്സും ഇത് വൈയുമാണ്. ഇത് 2 ആണ്. എങ്കിൽ y1 പ്ലസ് y2 is equal to 2 and 2 into 2, 4. മനസ്സിലായോ? അപ്പൊ 2 ഇക്വേഷൻസ് ഞാൻ എഴുതി. ഏതൊക്കെ, x1 പ്ലസ് x2 8 എന്ന് കിട്ടി, y1 പ്ലസ് y2 4 എന്ന് കിട്ടി.
മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയും ബി സിയുടെയും എ സിയുടെയും എഴുതണം. ഞാനിപ്പോ അത് മാത്രം ഒന്ന് എഴുതി കാണിക്കാം കേട്ടോ. ഏത് മാത്രം? x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 8 എന്ന് വന്നു. ദെൻ y1 പ്ലസ് y2 ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 ബൈ 2 ആയിരുന്നു 2. therefore y1 പ്ലസ് y2 ഈസ് ഈക്വൽ ടു 4 എന്ന് വന്നു. ഒരു ഐഡിയ കിട്ടിയല്ലോ? ബാക്കി എഴുതാനുള്ള ഐഡിയ കിട്ടിയല്ലോ? എങ്കിലൊന്ന് പറഞ്ഞേ, x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു പറഞ്ഞേ. നിങ്ങൾ മുഴുവൻ എഴുതണം, എന്നിട്ട് വേണം എഴുതാൻ. x2 പ്ലസ് x3 ബൈ 2 ആണ് 5 എങ്കിൽ x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 10. അതുപോലെ y2 പ്ലസ് y3 ഈസ് ഈക്വൽ ടു എത്ര? 8 എന്ന് വരും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ. ഇനി ഇത് പറ, എ സിയുടെ കാര്യം പറ. x1 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 2 into 3 6 എന്നും y1 പ്ലസ് y3 ഈസ് ഈക്വൽ ടു y1 പ്ലസ് y3 ഇത് 3 തന്നെ, അപ്പോ 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? താഴത്തേക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. x1 പ്ലസ് x2 പ്ലസ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x3 എന്ത് കിട്ടും? 2 ടൈംസ്, എല്ലാം രണ്ടെണ്ണം വീതമുണ്ട്. 2 ടൈംസ് x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് വരും അല്ലെ? x1 പ്ലസ് x1 2x1, x2 പ്ലസ് x2 2x2, x3 പ്ലസ് x3 2x3 എല്ലാം രണ്ടെണ്ണം വീതമുണ്ട്. അപ്പൊ 2 ടൈംസ് x1 പ്ലസ് x2 പ്ലസ് x3 ഈസിക്കൽ ടു ഇതെല്ലാം കൂടെ കൂട്ടി 10 8 6 കൂടെ കൂട്ടി എത്ര കിട്ടും? 24 കിട്ടി. Then x1 plus x2 plus x3 is equal to 24 by 2 12. കണ്ടോ? x1 plus x2 plus x3 എത്ര? 12 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് നോക്കി പറ. 2 ടൈംസ് y1 plus y2 plus y3 ആണ്. എല്ലാം കൂടി ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18. Therefore y1 plus y2 plus y3 എന്ന് പറഞ്ഞാൽ 18/2 9 എന്ന് വരും. ഇവിടെ ഒരു പോയിന്റ് കിട്ടി. കണ്ടോ? 2 പോയിന്റ്സ് കിട്ടി. 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ഈ കാര്യവും ഇവിടെ നമ്മൾ ഓൾറെഡി വന്ന സാധനം കൂടെ ചേർത്തുകൊണ്ടാണ് ഇനി എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ അടുത്ത സ്റ്റെപ്പില് എന്ത് എഴുതണമെന്ന് ഞാനിപ്പോ ഇത് മായ്ക്കാണ്. ഇതിന്റെ ആവശ്യം കഴിഞ്ഞു. ഞാനിത് മായ്ച്ച് എഴുതിയാണ്. x1 പ്ലസ് x2 8 ആണ്. x1 പ്ലസ് x2 പ്ലസ് x3 12 ആണ്. എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 12. x1 പ്ലസ് x2 ഈസ് 8. ഇതെത്ര? 8. So 8 plus x3 is equal to 12. Therefore x3 is equal to 12 ൽ 8 കുറച്ചാൽ 4. അതുപോലെ ഇവിടെ y1 പ്ലസ് y2 പ്ലസ് y3 നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. y1 പ്ലസ് y2 പ്ലസ് y3 9 ആണ്. y1 പ്ലസ് y2 എത്ര? 4 ആണ്. കണ്ടോ? y1 പ്ലസ് y2 വരെ 4 എന്ന് എഴുതാം. 4 പ്ലസ് y3 is equal to 9. Therefore y3 is equal to 9 minus 4 5 എന്ന് കിട്ടി. കണ്ടോ? 5 എന്ന് കിട്ടി. അപ്പോ ഒരു കോർഡിനേറ്റ് ഏത്? നമ്മൾ x3 y3 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തില്ലേ? x3 y3 ഇവിടെ എഴുതിയില്ലേ ബ്രാക്കറ്റില്? സോ x3 y3 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? Therefore x3 y3 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് ഏത്? 4 5. 4 5 ഒരു ആൻസർ ആയി. 4 5 എന്താണ്? ഒരു വേർട്ടെക്സ്, ഒരു ശീർഷം. ത്രികോണത്തിന്റെ നമ്മൾ x3 y3 എന്നെടുത്ത ശീർഷമാണ് 4 5. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ? എങ്ങനെയാണ് ബാക്കി ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈ x1 പ്ലസ് x2 പ്ലസ് x3 12 ആണ്. x2 പ്ലസ് x3ക്ക് പകരം എന്ത് കൊടുക്കുക? 10 എന്ന് കൊടുക്കുക. നിങ്ങൾ ചെയ്യണം കേട്ടോ. x2 പ്ലസ് x3ക്ക് പകരം 10 എന്ന് കൊടുക്കുക. അപ്പോ 10 എന്ന് കൊടുത്താൽ x1 പ്ലസ് x2 പ്ലസ് x3ക്ക് പകരം 10 എന്ന് കൊടുത്താൽ x1 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 12. സോ x1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 12 മൈനസ് 10 2 എന്ന് കിട്ടും. x1 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ y2 പ്ലസ് y3ക്ക് വരെ 8 എന്ന് കൊടുക്കുക. y2 പ്ലസ് y3ക്ക് വരെ 8. y1 പ്ലസ് 8 9. കണ്ടോ? y1 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 9. സോ y1 ഈസ് ഈക്വൽ ടു 9 മൈനസ് 8 1 എന്ന് കിട്ടി. അപ്പോ ഈ x1 y1 therefore x1 y1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 2 1 ആണ് x1 y1 എന്ന് പറയുന്ന പോയിന്റ്.
Then again x1 plus x3 പകരം 6 എന്ന x1 plus x3 പകരം 6 എന്ന് കൊടുക്കുക. x1 plus x3 സ്ഥലത്ത് 6. സോ 6 plus x2 is equal to 12. ഇതിന് പകരം 6. 6 plus x2 is equal to 12. x2 is equal to 12 minus 6 എന്ന് വരും. അതുപോലെ തന്നെ y1 plus y3 പകരം എന്ത് കൊടുക്കുക? 6 എന്ന് കൊടുക്കുക. y1 plus y3 പകരം 6 എന്ന് കൊടുത്താൽ y2 plus 6 is equal to 9. Therefore y2 is equal to 3. So third point is 6, 3. Third vertex is 6, 3. അപ്പൊ 3 vertex 4, 5. പിന്നെ ഏതായിരുന്നു പറഞ്ഞത്? ഇവിടെ പറഞ്ഞ കിട്ടിയായിരുന്നു 2, 1 കിട്ടി, 2, 1 കിട്ടിയായിരുന്നു. അടുത്തതായിട്ട് 6, 3 കിട്ടി. ആർ ദ vertices of the triangle. നിങ്ങൾ 1-2 തവണ ചെയ്ത് നോക്കുക കേട്ടോ. 2 തവണ ചെയ്യുമ്പോഴത്തേക്ക് ഇത് സിമ്പിൾ ആണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്യുക. നന്നായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോബ്ലംസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.